നമസ്കാരം. ഈ ദിവസത്തെ സമഗ്ര വാർത്താ ചിത്രം പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. മുംബൈയിൽ ബോട്ട് അപകടത്തിൽ 13 മരണം. അപകടം യാത്രാ ബോട്ടും നാവികസേനാ ബോട്ടും കൂട്ടിയിടിച്ച് 99 പേരെ രക്ഷപ്പെടുത്തിയെന്ന് കോസ്റ്റ് ഗാർഡ്. രക്ഷപ്പെട്ട പലരുടെയും നില അതീവ ഗുരുതരം. അതിരപ്പിള്ളിയിൽ കാടിനുള്ളിൽ സഹോദരനെ വെട്ടിക്കൊന്നു. മരിച്ചത് ആനപ്പന്തം സ്വദേശി സത്യൻ. വെട്ടേറ്റ 2 പേരുടെ നില ഗുരുതരം. കൊലപാതകം കുടുംബ വഴക്കിനെ തുടർന്ന്. അംബേദ്കറിനെതിരായ അമിത്ഷായുടെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ. तो हमारी डिमांड ये है कि जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. നിയമ നടപടിയെടുക്കുമെന്ന് അമിത്ഷായുടെ മറുപടി. വാക്കുകൾ വളച്ചൊടിച്ചെന്നും പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിശദീകരണം. कि बाबा साहेब आम्बेडकर का कांग्रेस ने किस तरह से पुरजोश विरोध किया था, बाबा साहब के न रहने के बाद भी किस प्रकार से कांग्रेस ने बाबा साहब को हाशिए पर ढकेलने का प्रयास किया. നെഹ്റുവിനെ കുറ്റപ്പെടുത്തി നരേന്ദ്രമോദി. മാസപ്പടി കേസിൽ CMRL-നെതിരെ ഗുരുതര ആരോപണവുമായി SFIO. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയെന്ന് സംശയം. രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി നൽകിയോ എന്നതിലും അന്വേഷണം. ഡൽഹി ഹൈക്കോടതിയിൽ SFIO നൽകിയ റിപ്പോർട്ട് പുറത്ത്. അന്വേഷണം നടക്കുന്നതിനിടെ വീണ്ടും ചോദ്യപേപ്പർ ചോർത്തി MS സൊല്യൂഷൻസ്. ഇന്നത്തെ കെമിസ്ട്രി പരീക്ഷയുടെ പേപ്പർ ചോർന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി. ചാരിറ്റിയുടെ മറവിൽ പണപ്പിരിവ് നടത്തി ചോദ്യപേപ്പർ നൽകി. ADGP MR അജിത് കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം. മന്ത്രിസഭാ യോഗ തീരുമാനം. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾക്കിടെ സ്ഥാനക്കയറ്റം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടെന്ന് മന്ത്രി P. രാജീവ്. സ്ഥാനമാറ്റത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലെന്ന് രമേശ് ചെന്നിത്തല. വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും റദ്ദാക്കി. വാർഡ് വിഭജനം സുതാര്യവും നിയമാനുസൃതവുമെന്ന് MP രാജേഷ്. വിശദമായി നോക്കാം. മുംബൈയിൽ യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. തകർന്ന യാത്രാ ബോട്ടിൽ 100-ലധികം പേരുണ്ടായിരുന്നു. രക്ഷപ്പെട്ടവരിൽ ചിലർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് വിവരം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എൽഫൻഡ ദ്വീപിലേക്ക് പോയ ബോട്ടാണ് മുങ്ങിയത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, വലിയ അപകടം. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 13 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനിയും ചില ആളുകളുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് പറയുമ്പോൾ ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ്.
അത്യന്തം ആശങ്ക ഉയർത്തുന്ന വാർത്ത തന്നെയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. 101 പേരെയാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. 13 പേരാണ് ഇപ്പോൾ മരണമടഞ്ഞിട്ടുള്ളത്. ഈ രക്ഷപ്പെടുത്തിയവരെല്ലാവരും തന്നെ ആശുപത്രിയിലാണ്. ഇതിൽ ഏതാനും പേരുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത് എന്നത് ഒരു തരത്തിൽ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 5 പേരെയാണ് കാണാതായിട്ടുള്ളത്. 5 പേരെ കാണാതായവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. വളരെ ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് 3:55 ഈ അപകടമുണ്ടാകുന്നത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ് ഐലൻഡിലേക്ക് പോകുന്ന യാത്രികരായിരുന്നു. സ്ഥിരമായി ആ സ്ഥലത്തേക്ക് പോകുന്ന ഫെറി ഉള്ളതാണ്. യാത്രക്കാരൊക്കെ സഞ്ചാരികളൊക്കെ ഈ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ പോയ ഒരു ഫെറിയിലാണ് ഒരു നാവികസേനയുടെ സ്പീഡ് ബോട്ട് വന്നിടിച്ചത്. സ്പീഡ് ബോട്ടിൻ്റെ യന്ത്ര തകരാർ മൂലം അതിൻ്റെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമായ വിവരം. ഇതിലിടിച്ച ബോട്ട് അപ്പോൾ ആടി ഉലഞ്ഞ് മറിയുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ അപകടമുണ്ടായത്. തൊട്ടടുത്ത് തന്നെ നിരവധി ബോട്ടുകളുണ്ടായിരുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വളരെ ദൂരം എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകളുണ്ടായിരുന്നു. ആ ബോട്ടുകളിൽ നിന്നുള്ളവരാണ് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 5 പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. 4 നാവികസേന ഹെലികോപ്റ്ററുകളും 11 നാവികസേന ബോട്ടുകളും കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ബോട്ടും 3 മറൈൻ പോലീസ് ബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിനായി ഉണ്ട്. അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള നാവികസേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 13 പേർ മരിച്ചതിൽ 10 പേർ ഈ സഞ്ചാരികളാണ്. 3 പേർ നാവിക സേനാംഗങ്ങളാണ് മരിച്ചത്. ഈ തൊട്ടടുത്ത് തന്നെ മറ്റ് ബോട്ടുകളും യാത്രാ ബോട്ടുകളടക്കം ഫെറികളും ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ അപകടം ഏകദേശം 101 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് ഓർക്കണം. 13 പേർ മരിച്ചപ്പോൾ തന്നെ 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് തൊട്ടടുത്ത് ഇത്തരം ബോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. മുംബൈയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഇവർക്ക് 5 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നൽകും എന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 5 പേരെയാണ് നിലവിൽ കാണാതായതായി വിവരമുള്ളത്. ഈ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കിരൺ, ഈ നാവികസേനയുടെ സ്പീഡ് ബോട്ടാണ് ഇത്തരത്തിൽ ചെന്ന് ഈ യാത്രാ ബോട്ടുമായി ഇടിച്ച് അപകടമുണ്ടാക്കിയിരിക്കുന്നത്. നാവികസേനയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? ആരുടെ ഭാഗത്തെ വീഴ്ചയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? ഈ നാവികസേനയുടെ വീഴ്ചയാണ് എന്നുള്ള വിശദീകരണം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇതിന് യന്ത്ര തകരാറുണ്ടായി. ആ ബോട്ടിൻ്റെ നിയന്ത്രണം, സ്പീഡ് ബോട്ടിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. മറ്റ് ബോട്ടുകളിൽ നിന്നുള്ള യാത്രികരുടെയൊക്കെ ദൃക്സാക്ഷി വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബോട്ട് ഫെറിയുടെ ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു. അതിനുശേഷം അത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അത് യന്ത്ര തകരാറ് കൊണ്ടാണ് ഇത്തരമൊരു നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. അത് ഈ ബോട്ടിൽ ഈ ഫെറിയിൽ ഇടിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഫെറിയിൽ 100-ലേറെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഫെറിയാണ്. അതിൽ 101 പേരെ രക്ഷപ്പെടുത്തി. 13 പേർ മരണപ്പെട്ടു. 5 പേരെ കാണാതായിട്ടുണ്ട്. അത്രയും ആളുകൾ ഈ ഫെറിയിൽ ഉണ്ടായിരുന്നു. എലിഫൻ്റ് ദ്വീപിലേക്ക് സ്ഥിരമായി അങ്ങനെ മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തുന്ന ആളുകളൊക്കെ ഇങ്ങനെ സഞ്ചാരികളെല്ലാവരും അവിടെ പോകാറുണ്ട്. സ്ഥിരമായി ആളുകൾ പോവുകയും അങ്ങനെ അപകടങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു സ്ഥലം കൂടിയല്ല ഇത്. നിരവധി ബോട്ടുകളും ഫെറികളും ഒക്കെ ഈ സമയത്ത് കടലിൽ ഉണ്ടാവാറുണ്ട്. ഏകദേശം 30-40 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു യാത്ര കൂടിയാണിത്. അങ്ങനെ മറ്റു തരത്തിലുള്ള കാര്യമായ അപകടങ്ങളൊന്നും സാധാരണ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നാണ് നിയമം എന്നൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായി എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല എന്നും ദൃക്സാക്ഷികൾ മറ്റ് ബോട്ടുകളിലുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴികളിൽ നിന്ന് വരുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഇനി പിന്നീട് അറിയേണ്ട വിവരമാണ്. എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നും എങ്ങനെയാണ് അതിൽ മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിരുന്നോ എന്നുള്ളതൊക്കെ ഇനി വ്യക്തമാകേണ്ട കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് ഏറ്റവും പ്രധാനം രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ 13 പേരുടെ ജീവൻ നഷ്ടമാകുമ്പോൾ തന്നെ 101 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം. ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ മറ്റ് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബോട്ട് ആടി ഉലഞ്ഞ് മറയുന്ന സമയത്ത് ആളുകൾ പലരും കടലിലേക്ക് എടുത്തിയാടിയ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ മറ്റ് ബോട്ടിലുള്ളവർ തയ്യാറായി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ, മറ്റ് ബോട്ടുകളിലുണ്ടായിരുന്നവർ, നാവികസേനാംഗങ്ങൾ, കോസ്റ്റ് ഗാർഡൊക്കെ വളരെ വേഗം തന്നെ എത്തി തീ
തീയത്ത് നിന്നും അധികം അകലെയല്ലായിരുന്നുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നടുക്കടലിലേക്ക് ഇങ്ങനെ ഒരു അപകടമുണ്ടായാൽ സാധാരണഗതിയിൽ കൂടുതൽ പേർക്ക് ജീവൻ അപകടത്തിൽപ്പെടുന്ന മുങ്ങിപ്പോകുന്ന അപകടം ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പലർക്കും ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ നീന്തലൊന്നും അറിയുന്ന ആളുകൾ ആവണമെന്നില്ല. അവരൊക്കെ അപകടത്തിൽപ്പെടേണ്ടതാണ്. പക്ഷേ ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ നടന്നിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 101 പേരെ രക്ഷപ്പെടുത്തി ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണ്. ശ്വാസകോശത്തിലൊക്കെ വെള്ളം കയറി അത്തരത്തിൽ ഗുരുതരമാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തീവ്രമായി തന്നെ തുടരുകയാണ്. പിന്നീടാണ് ഇതിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള കണക്കൊക്കെ വളരെ വേഗം തന്നെ എടുത്ത് എന്തായാലും അങ്ങനെ 5 പേരെ കാണാതായി എന്നതാണ് ഏറ്റവും അവസാനം ലഭ്യമായ വിവരം. ഈ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് രാത്രിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. 4 നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ആകാശമാർഗമുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 11 നാവികസേന ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകളും ചെറിയ ബോട്ടുകളും അടക്കം അതിൻ്റെ വിവിധ ക്രാഫ്റ്റുകളാണ് അതിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. 3 മറൈൻ പോലീസ് ബോട്ടുകളിലും തെരച്ചിലുണ്ട്. മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ വിവിധ ബോട്ടുകളിലായി ഉണ്ട്. അവരെല്ലാവരും ഇത്തരം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താൻ ബാക്കിയുള്ളത്. 13 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇപ്പോൾ രക്ഷപ്പെട്ട ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളത് ഏറെ ആശങ്കാജനകമായ വാർത്ത കൂടിയാണ്. മറ്റു വാർത്തകളിലേക്ക്. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തെ ചൊല്ലി വിവാദം കൊഴുക്കുന്നു. നിഷേധിച്ച് അമിത്ഷായും പ്രതിരോധിച്ച് പ്രധാനമന്ത്രിയും രാജി ആവശ്യവുമായി മല്ലികാർജുൻ ഖർഗെയും രംഗത്ത് വന്നു. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता। അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിന് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് ഇത്ര തവണ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടിയേനെ. അമിത്ഷായുടെ ഈ പരാമർശമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച പ്രതിപക്ഷം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടു. तो हमारी डिमांड ये है कि जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. അമിത്ഷായെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ വർഷങ്ങളായുള്ള ദുഷ്പ്രവർത്തികൾ മറയ്ക്കാൻ വിദ്വേഷ നുണകൾക്ക് ആവില്ലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജവഹർലാൽ നെഹ്റു അംബേദ്കറെ അപമാനിച്ചെന്നും ആരോപണം. BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ തള്ളിയ അമിത്ഷാ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർത്തിയത്. കോൺഗ്രസ് എക്കാലവും അംബേദ്കർ വിരുദ്ധരാണ്. ഭരണഘടനാ വിരുദ്ധരും സ്ത്രീ വിരുദ്ധരും സംവരണ വിരുദ്ധരുമാണ്. നെഹ്റുവിന് അംബേദ്കറോടുള്ള വിരോധം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അമിത്ഷായുടെ ആരോപണം. जहां तक भारत रत्न देने का सवाल है, कांग्रेस के नेताओं ने कई बार खुद ही अपने आप को भारत रत्न दिए हैं. 55 में नेहरू जी ने खुद को भारत रत्न दे दिया, 71 में इंदिरा जी ने खुद को भारत रत्न दे दिया और 1990 में बाबा साहब को भारत रत्न तब मिला जब कांग्रेस पार्टी सत्ता में नहीं रही और भारतीय जनता पार्टी के समर्थन वाली सरकार थी. മുൻനിര നേതാക്കൾ തന്നെ വിവാദത്തിൽ കക്ഷി ചേർന്നതോടെ വരും ദിവസങ്ങളിലും വിവാദം കൊഴുക്കാൻ തന്നെയാണ് സാധ്യത. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് പാർലമെന്റിനകത്തും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളിലും മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. പ്രതിപക്ഷം വില കുറഞ്ഞ തന്ത്രങ്ങൾ കളിക്കുകയാണെന്നായിരുന്നു BJPയുടെ ആരോപണം. ഇന്നലെ രാജ്യസഭയിൽ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. BR അംബേദ്കറുടെ പേരുപയോഗിക്കുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും അംബേദ്കർ 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 എന്ന് പറയുന്നത്ര ദൈവത്തിനെ വിളിച്ചാൽ സ്വർഗത്തിലൊരു സ്ഥാനം ലഭിക്കും എന്നായിരുന്നു അമിത്ഷായുടെ പ്രസംഗം.
രാവിലെ തന്നെ പ്രതിപക്ഷ എംപിമാർ അംബേദ്കറുടെ ഫോട്ടോയുമായി ആഭ്യന്തരമന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം. ജയ് ഭീം മുദ്രാവാക്യമുയർന്നു. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയത്. മനുസ്മൃതി പിന്തുടരുന്നവർക്ക് സ്വാഭാവികമായും അംബേദ്കറെ കൊണ്ട് വിഷമം തോന്നുമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ BJP ത്രിവർണ്ണ പതാകയെയും അശോകചക്രത്തെയും എതിർക്കുന്നുവെന്ന് വീണ്ടും തെളിയിച്ചതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. അതേസമയം അമിത്ഷയെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ന്യായീകരിച്ചു. അംബേദ്കറെ തെരഞ്ഞെടുക്കുന്നത് 2 തവണ കോൺഗ്രസ് തടഞ്ഞു. ബുദ്ധമിത വിശ്വാസിയായ അംബേദ്കറിന് നിയമമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. 73 വർഷങ്ങൾക്ക് ശേഷം ബുദ്ധമതക്കാരനായ തന്നെ നിയമമന്ത്രിയാക്കിയത് മോദി സർക്കാരാണെന്നും കിരൺ റിജിജു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള BJP എംപിമാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ വിട്ടുനിന്നത് വിവാദമാകുന്നു. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, ജഗദാംബിക പാൽ, ശന്തനു ഠാക്കൂർ എന്നിവരാണ് വിട്ടുനിന്നത്. സംഭവത്തിൽ വിശദീകരണം തേടാനൊരുങ്ങുകയാണ് പാർട്ടി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ സുപ്രധാനമാണെന്ന് BJP പാർട്ടിയുടെ എംപിമാരെ അറിയിച്ചിരുന്നു. സാന്നിധ്യം നിർബന്ധമാക്കി വിപ്പ് നൽകിയിട്ടും പലരും അത് അവഗണിച്ചത് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. 20-ലധികം BJP എംപിമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ് തുടങ്ങിയ പ്രമുഖർ വിട്ടുനിന്നത് ചർച്ചയായി. ചിലർക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. രാജസ്ഥാനിലെ BJP സർക്കാർ 1 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രിമാരായ CR പാട്ടേലും ഭഗീരഥ് ചൗധരിയും ജയ്പൂരിലായിരുന്നു. ഏക് വർഷ് പരിണാം ഉത്കർഷ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരുന്നു. വോട്ടെടുപ്പിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ എത്താൻ കഴിയാതിരുന്നവർ ഫ്ലോർ മാനേജർമാരെ അറിയിക്കുകയും മുൻകൂർ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. മുൻകൂർ അനുമതി വാങ്ങാത്തവരോട് വിശദീകരണം തേടുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കുന്നു. പാർലമെന്ററി പാർട്ടി യോഗങ്ങളിലും സുപ്രധാന സമയങ്ങളിൽ സഭയിലും എംപിമാർ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് നരേന്ദ്രമോദി തന്നെ പല അവസരങ്ങളിലും നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ബില്ലുകൾ വിജയകരമായി അവതരിപ്പിച്ചെങ്കിലും ട്രഷറി ബെഞ്ചിലെ എംപിമാരുടെ അസാന്നിധ്യം BJPക്കുള്ളിൽ പോലും ബില്ലിനെ എതിർക്കുന്നവരുണ്ടെന്ന് വാദിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മാസപ്പടി കേസിൽ CM മാറലിനെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളുമായി SFIO. ഭീകരപ്രവർത്തന അനുകൂലികൾക്ക് CM മാറൽ പണം നൽകിയോ എന്ന് സംശയിക്കുന്നതായും അത് അന്വേഷിക്കുകയാണെന്നും SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അഴിമതിക്കപ്പുറം ഭീകരവാദവുമായി ബന്ധമുള്ള കേസായി മാസപ്പടി കേസിനെ മാറ്റുന്ന റിപ്പോർട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയത്. ശശിധരൻ കർത്തയുടെ CM മാറൽ ഭീകരവാദത്തെ അനുകൂലിക്കുന്നവർക്കും മാസപ്പടി നൽകിയതായി സംശയിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ വഴിക്ക് കൂടി അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉന്നത രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് CM മാറൽ എക്സാലോജിക്കിന് പണം നൽകിയതെന്നും SFIO കോടതിയെ അറിയിച്ചു. ഏതാണ് ഉന്നത രാഷ്ട്രീയ നേതാവെന്ന് കോടതിയിൽ വെളിപ്പെടുത്തിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയാണ് എക്സാലോജിക്. 184 കോടിയോളം രൂപയുടെ ഇടപാടാണ് CM മാറലും എക്സാലോജിക്കുമായി നടത്തിയത്. ഇതിൽ അന്വേഷണം പൂർത്തിയായെന്നും ആവശ്യമെങ്കിൽ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാമെന്നും SFIO അറിയിച്ചു. ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണ കേസിനോടാണ് CM മാറൽ എക്സാലോജിക് ഇടപാടിനെ അഭിഭാഷകൻ വിശേഷിപ്പിച്ചത്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ വ്യാജ ബില്ലുകളും ലെഡ്ജറുകളും ഉപയോഗിച്ച് പണം തട്ടിയതുപോലെ സേവനത്തിന്റെ പേര് പറഞ്ഞ് വ്യാജ കണക്ക് കാണിച്ചാണ് എക്സാലോജിക്കിന് CM മാറൽ പണം നൽകിയത്. ഈ മാസം 23-ന് വീണ്ടും കേസ് പരിഗണിക്കും. മാസപ്പടി കേസിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CM മാറൽ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വീണ്ടും ചോർന്നതായി പരാതി. ഇന്ന് നടന്ന 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നത്. 10ാം ക്ലാസ്സിലെയും +1ലെയും ഇംഗ്ലീഷ് കണക്ക് ചോദ്യപേപ്പറുകൾ ചോർത്തിയെന്ന ആരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ആദ്യ ചോർത്തലിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷനെതിരെ വീണ്ടും ചോർത്തൽ പരാതി ഉയരുന്നത്. 40 മാർക്കിന്റെ പരീക്ഷയിൽ 32 മാർക്കും MS സൊല്യൂഷൻ എന്ന സ്ഥാപനം പ്രവചിച്ചതാണെന്നാണ് ആരോപണം. MS സൊല്യൂഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്കാണ് ചോദ്യങ്ങൾ നൽകിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ കുട്ടികളിൽ നിന്ന് 1500 രൂപ വീതം ഈടാക്കി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് പണപ്പിരിവെന്നും ആരോപണമുണ്ട്. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന വലിയ കച്ചവടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ FIR ഇടൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ചോദ്യപേപ്പർ
ചോർച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് FIR ഇടാതെ എന്തുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം മാത്രം നടത്തിക്കൊണ്ടേയിരിക്കുന്നതെന്ന് കേരളീയ പൊതുസമൂഹത്തോടും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തോടും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ യൂട്യൂബ് ചാനൽ സംപ്രേഷണം നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി MS സൊല്യൂഷൻ ലൈവ് ക്ലാസുമായി വീണ്ടും രംഗത്തെത്തിയിരുന്നു. ഈ പ്രവചനത്തിലാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഉൾപ്പെട്ടത്. ചോദ്യപേപ്പർ ചോർന്നതായുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരുന്നു. DD അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അടുത്ത ദിവസം MS സൊല്യൂഷൻ ഉടമ ഷുഹൈബ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് വീണ്ടും ചോർത്തലാരോപണം ഉയർന്നിരിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ പൂരം കലക്കൽ അടക്കമുള്ള ഗുരുതര വിഷയങ്ങളിൽ ആരോപണം നേരിടുന്ന MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. MR അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതനെയും DGP റാങ്കിലേക്ക് ഉയർത്തും. സംഘപരിവാറിനെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുമെന്ന് പറയുന്ന LDF സർക്കാർ, ആ സർക്കാരിന്റെ കാലത്ത് പോലീസ് തലപ്പത്തുള്ളതിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാൾ RSS നേതാക്കളെ കണ്ടതാണ് കുറച്ചു കാലം മുമ്പ് കേരളം ചർച്ച ചെയ്തത്. ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തൃശൂരും തിരുവനന്തപുരത്തും വെച്ച് RSSന്റെ 2 പ്രധാനികളെ കണ്ട സംഭവം. CPI ഇടഞ്ഞതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്ക് മാറ്റേണ്ടി വന്നു. ഇടതുപക്ഷ സർക്കാരിന് നയത്തിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും സ്ഥാനമാറ്റം മാത്രമായിരുന്നു നടപടി. DGP റാങ്കിലേക്കുള്ള ഉയർച്ച ആഗ്രഹിച്ചാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റക്കാര്യം പരിശോധിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാർ അടക്കമുള്ളവരുടെ റാങ്ക് ഉയർത്താൻ ശുപാർശ ചെയ്തു. വിവിധ പേരുകളുടെ കൂട്ടത്തിൽ അജിത് കുമാർ ഉണ്ടായിട്ടും മന്ത്രിസഭായോഗം അതിനകത്ത് തിരുത്തൽ വരുത്തിയില്ല. അതേപടി അംഗീകരിച്ചു. വിജിലൻസ് അന്വേഷണമടക്കം നടക്കുന്നത് തടസ്സമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല. കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും, അത്രേ ഉള്ളൂ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് ADGP അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിന് ഈക്വൽ റാങ്ക് കിട്ടുകയാണ്. DGP റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു DGP ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ്? അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരന്വേഷിക്കാനാണ്? അപ്പോൾ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കേരളത്തിന്റെ പോലീസ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിപൂർണമായും RSSന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്ന് ഇത് തെളിവാകുകയാണ്. മുഖ്യമന്ത്രി RSSന് വഴങ്ങിയതുകൊണ്ടാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ വിമർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിമാറ്റ ചർച്ചകളിൽ തർക്കം രൂക്ഷമായതോടെ NCP പിളർപ്പിലേക്കെന്ന് സൂചന. ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ PC ചാക്കോ പക്ഷം നടത്തിയ അവസാന ശ്രമവും അനിശ്ചിതത്വത്തിലായി. മന്ത്രിസഭയിൽ NCP പ്രാതിനിധ്യമില്ലെങ്കിൽ രാജിയില്ലെന്ന നിലപാട് AK ശശീന്ദ്രൻ പരസ്യമാക്കി. AK ശശീന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയെന്നാണ് LDF കൺവീനറുടെ പ്രതികരണം. മന്ത്രിമാറ്റത്തെ ചൊല്ലി NCPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. ശരത് പവാറിന്റെ സഹായത്തോടെ CPM കേന്ദ്ര നേതൃത്വത്തെ ഇടപെടുത്തി മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു തോമസ് കെ തോമസിന്റെ ശ്രമം. പക്ഷേ ഈ ശ്രമം ഫലം കണ്ടിട്ടില്ല. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് രാവിലെ ഡൽഹിയിൽ നിന്നും തിരിച്ചുവന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നില്ലെങ്കിൽ ഇടതു മന്ത്രിസഭയിൽ നിന്നും NCP മന്ത്രിയെ പിൻവലിപ്പിക്കാനാണ് PC ചാക്കോ വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ശശീന്ദ്രന്റെ നിലപാട്. തോമസിനെ മന്ത്രിയാക്കുന്നതിന് എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമല്ല. എന്നാൽ എൻ്റെ രാജിയിലൂടെ NCPക്ക് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം ഇല്ലാതാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ്. പാർട്ടി പ്രവർത്തകന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതേസമയം
മന്ത്രിമാറ്റത്തിൽ പാർട്ടി തീരുമാനം നടപ്പാകുമെന്ന പ്രതീക്ഷ തോമസ് കെ തോമസ് കൈവിട്ടിട്ടില്ല. വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. മന്ത്രി മാറ്റത്തിന്റെ അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതലേ പറയുന്നുണ്ട്. മന്ത്രി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. പവാർജി എന്നെ വിളിപ്പിച്ചത് ഞങ്ങളുടെ ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് സംബന്ധിച്ച് കാണുന്നത് ഒരെണ്ണം തന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം തന്നിരിക്കുന്ന നിർദ്ദേശം അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട, അപ്പോൾ അവർ തീരുമാനിക്കുമല്ലോ. കേന്ദ്ര നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിപ്പിക്കാനുള്ള NCPയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് CPM സംസ്ഥാന നേതൃത്വം. മന്ത്രിമാറ്റ ചർച്ചകൾ കേരളത്തിൽ തന്നെ നടക്കണമെന്ന നിലപാട് TP രാമകൃഷ്ണൻ പരസ്യമാക്കി. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അതാണ് ഇതിന്റെ സ്ഥിതി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല. വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോ NCPന്റെ മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. NCP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. AK ശശീന്ദ്രന് നേട്ടമാകുന്നത് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പമാണെന്ന തിരിച്ചറിവ് NCPയുടെ ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നണി തന്നെ വിടണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇരു വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞതോടെ കാര്യങ്ങൾ പാർട്ടിയെ പിളർപ്പിന്റെ വക്കിലേക്കാണ് എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാന മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി റദ്ദാക്കി. 8 നഗരസഭകളിലെയും 1 ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജന നടപടികൾ നിയമവിരുദ്ധമെന്നും നിരീക്ഷിച്ചു. അടുത്ത വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയായിരുന്നു വാർഡ് പുനർവിഭജനം നടത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ തിരക്കിട്ട നടപടി. പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സർക്കാർ പുറത്തിറക്കിയ വാർഡ് വിഭജന ഉത്തരവും ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപന മാർഗനിർദ്ദേശങ്ങളും നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം 2015 വാർഡ് വിഭജനം നടത്തിയെടുത്ത് പുനർവിഭജനം നടത്തുന്നതിനും വിലക്കുണ്ട്. പാനൂർ, മുക്കം, കൊടുവള്ളി, പയ്യോളി, ശ്രീകണ്ഠപുരം, മട്ടന്നൂർ, ഫറോക്ക്, പട്ടാമ്പി നഗരസഭകളിലെയും പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റദ്ദാക്കിയത്. വിവിധ നഗരസഭകളിലെ ജനപ്രതിനിധികൾ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. പഴയ സെൻസസ് പ്രകാരം വാർഡ് വിഭജനം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന ഹർജിക്കാരുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. വാർഡ് വിഭജനം സുതാര്യവും നിയമാനുസൃതവുമെന്ന് മന്ത്രി MB രാജേഷ്. ഇത്തരം പരാതികൾ എല്ലാ കാലത്തും വരാറുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് വാർഡ് വിഭജനം നടന്നത്. ഹൈക്കോടതി വേറൊരു കാരണം കൊണ്ടാണ് ഡീലിമിറ്റേഷൻ വേണ്ടെന്ന് പറഞ്ഞതെന്നും മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. അത് എല്ലാ കാലത്തും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ വരാറുണ്ട്. അതിനപ്പുറം വാർഡ് വിഭജനം വളരെ സുതാര്യമായിട്ടാണ്, നിയമാനുസൃതമാണ് നടന്നിട്ടുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണല്ലോ നടക്കുന്നത്. സർക്കാരല്ലല്ലോ വാർഡ് വിഭജനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനാണ്. അതിനൊരു നടപടിക്രമമുണ്ട്. എക്കാലത്തും സ്വീകരിക്കുന്ന നടപടിക്രമമാണ് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ആ നടപടിക്രമം പൂർത്തിയായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ പരാതി ഉന്നയിച്ചാൽ എന്താ, അതിനെങ്ങനെ എന്ത് ന്യായീകരണമാണുള്ളത്? അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി പിഴ ചുമത്തണമെന്ന് ഹൈക്കോടതി. പിഴ ചുമത്തിയില്ലെങ്കിൽ അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്നും പിഴ ഈടാക്കാനും അനധികൃതമായി ഒരു ബോർഡ് പോലും വെക്കുന്നില്ലെന്ന് സർക്കാർ എല്ലാ ദിവസവും ഉറപ്പാക്കാനും നിർദ്ദേശം. ഫ്ലെക്സുകൾക്ക് 95 ലക്ഷം രൂപ പിഴ ചുമത്തിയെന്നും ഇതിൽ 14 ലക്ഷം രൂപ ഈടാക്കിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകി. പൊതുനിരത്തിൽ നിന്ന് ഫ്ലെക്സ് ബോർഡുകൾ നീക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം പാലിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപമുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്തു. എന്നാൽ മുൻകൂട്ടി അനുമതി തേടിയവർക്ക് നിശ്ചിത സമയത്തേക്ക് ഫ്ലെക്സുകൾ സ്ഥാപിക്കാൻ കോടതി നിർദ്ദേശമനുസരിച്ച് അനുവാദം നൽകും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൊതുനിരത്തുകളിലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാനുള്ള അവസാന ദിവസം ഇന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. പൊതുവിൽ ഇവിടെ വലിയ തോതിൽ ഫ്ലെക്സുകളും സമരപ്പന്തലുകളും ഒക്കെയും കാണുന്നതാണ്. പക്ഷേ സമരപ്പന്തലുകൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. ചില ഫ്ലെക്സുകൾ അവശേഷിച്ചിരുന്നു. ആ ഫ്ലെക്സുകൾ കൂടി മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ
നിയന്ത്രണത്തിൽ വരുന്ന പ്രദേശമാണ്. നഗരസഭയുടെ വിവിധ സ്ക്വാഡുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയത്. ജില്ലയിലും ആ നിലയ്ക്ക് തന്നെയാണ്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും അത്തരത്തിൽ പൊതുനിരത്തിലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നു. ഇന്നും സ്ക്വാഡ് വർക്ക് പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ജീവനക്കാർ ഈ തരത്തിൽ തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് ബോർഡുകൾ മാറ്റിയിരുന്നു. അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാനുള്ള നടപടിയും ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ബോർഡുകൾ മാറ്റിയോ എന്ന കാര്യം കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാവുക എന്ന് കരുതുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികളുണ്ട്. അവർക്ക് ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നതിന് തടസ്സമില്ല. കോടതിയുടെ കൂടി അനുമതിയോടെ അത്തരം പരിപാടികൾക്ക് ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കാം. അതിന് നഗരസഭ അനുമതി നൽകും. പക്ഷേ നിശ്ചിത സമയത്തേക്കായിരിക്കും അങ്ങനെ ബോർഡുകൾ വെക്കുന്നതിനുള്ള അനുമതി നൽകുകയെന്ന് മേയർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ അവരുടെ തന്നെ ചിലവിൽ മാറ്റേണ്ടിയും വരും. ഹരി വിതുരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യം തമിഴ്നാട് തിരുനെൽവേലിയിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2 ഏജൻസികൾക്കാണ് സർക്കാർ ആശുപത്രിയിലെ മാലിന്യങ്ങൾ കൈമാറുന്നതെന്നും ഈ സ്ഥാപനങ്ങളുമായി ആരോഗ്യവകുപ്പിന് നേരിട്ട് ബന്ധമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുനെൽവേലിയിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തിരുനെൽവേലിയിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ചും RCCയിലെ രേഖാചോർച്ച സംബന്ധിച്ചും ന്യൂസ് 18 വാർത്ത പുറത്തുവിടുകയും സംഭവം രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഇമേജ് ഉൾപ്പെടെ 2 സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ ആശുപത്രിയിലെ മാലിന്യങ്ങൾ കൈമാറുന്നത്. IMA നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇമേജ്. സർക്കാരിന് സ്വന്തം നിലയിൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഇല്ലാത്തതിനാലാണ് ഏജൻസികൾക്ക് കൈമാറുന്നത്. അത് സംബന്ധിച്ച് അതിന് പ്രത്യേകമായി സർക്കാർ പണം അനുവദിച്ചുകൊണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ഇങ്ങനെ കമ്പനികൾക്ക്, കാരണം നമുക്കതിൻ്റെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ആ സംവിധാനങ്ങൾ ഉള്ള കമ്പനികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സർക്കാരിന് യാതൊരു ബന്ധവുമുള്ള സ്ഥാപനവുമല്ല, അത് മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു സംഘടനയുടേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഏത് തലത്തിലാണ് ഇത് ആവശ്യമുള്ളത് ആ തലത്തിൽ തന്നെ. ആശുപത്രി മാലിന്യത്തോടൊപ്പം തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ള ക്യാൻസർ രോഗികളുടെ വിവരങ്ങളും പുറത്തായിരുന്നു. കീമോതെറാപ്പിക്ക് ശരീരത്തിൽ സ്ഥിരമായി കത്തീറ്റർ ഇടാനുള്ള സമ്മതപത്രം, രോഗിയുടെ പേരും വിലാസവും ചികിത്സാരീതിയും ഭക്ഷണക്രമവും ഉൾപ്പെടുന്ന രേഖകൾ തുടങ്ങിയവ കൂട്ടത്തോടെ ചോർന്നു. ഇക്കാര്യത്തിലും അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയിട്ടുള്ളതാണോ എന്നുള്ളത് ആയിരിക്കാം. അപ്പോൾ അതാരാണ് ചെയ്തതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കും. ഏതായാലും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തുന്നു. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യവും തിരുനെൽവേലിയിൽ എത്തുന്നതായാണ് വിവരം. ഇനിയും മാലിന്യം തള്ളിയാൽ തിരികെ മാലിന്യം കേരളത്തിൽ നിക്ഷേപിക്കുമെന്ന് തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നു. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. തൃശൂർ അതിരപ്പിള്ളിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് സഹോദരനെ വെട്ടിക്കൊന്നു. ആനപ്പന്തം സ്വദേശി സത്യനെയാണ് സഹോദരൻ ചന്ദ്രമണി വെട്ടിക്കൊന്നത്. ഇരുവരുടെയും ഭാര്യമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചന്ദ്രമണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ വാടപ്പാറയിൽ ഉൾവനത്തിലാണ് കൊലപാതകം നടന്നത്. ആനപ്പന്തം സ്വദേശി സത്യനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠനായ വെള്ളിക്കുളങ്ങര ശാസ്താംപൂർവം നഗറിൽ ചന്ദ്രമണിയാണ് സത്യനെ വെട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സത്യന്റെ ഭാര്യ ലീലയ്ക്കും ചന്ദ്രമണിയുടെ ഭാര്യയ്ക്കും പരിക്കേറ്റു. വൈകിട്ട് 6:30യോടുകൂടിയാണ് സംഭവം. മദ്യപിച്ചുണ്ടായ കുടുംബവഴക്ക് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിവരം. വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് ഇവർ വനത്തിലേക്ക് പോയത്. ചന്ദ്രമണിക്കും സത്യനും പുറമെ മറ്റൊരു സഹോദരൻ രാജാമണിയും ഇവരെല്ലാവരുടെയും ഭാര്യമാരും കൂടിയാണ് വനത്തിൽ പോയത്. വെറ്റിലപ്പാറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനി ലക്ഷ്മി രാധാകൃഷ്ണന്റെ മരണത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ. ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ലക്ഷ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. വീട്ടിലെത്തിയ ശേഷം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ്
നാട്ടിൽ നിന്ന് മടങ്ങിയത്. സഹപാഠികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തിയിട്ടും മരണകാരണം വ്യക്തമാകുന്നില്ല. മരണത്തിൽ ദുരൂഹതയുണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും ബന്ധു ഹരിപ്രസാദ് വ്യക്തമാക്കി. ഇതിൻ്റെ കാരണം അറിയണം, എന്തുകൊണ്ടാണ് ഇവള് ചെയ്തതെന്ന്. അപ്പം ഞങ്ങളുടെ അറിവിൽ വീട്ടുകാരുടെ അറിവിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്താ കാരണം എന്നുള്ളത്. ഇതിൻ്റെ കാരണം ഒന്ന് അറിയണം, എന്താ കാരണം, ഇതിൻ്റെ പുറകുള്ള കാരണം എന്ന് അറിയാം. ഇവിടെ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സമഗ്രമായ അന്വേഷണം വേണം തന്നെ ആവശ്യം. ഞങ്ങളത് തുടർ നടപടികളായിട്ട് പോകുന്നതാണ്, പരാതികളും കാര്യങ്ങളുമായിട്ട് പോകുന്നതാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ലക്ഷ്മിയുടെ മൃതദേഹം നഴ്സിംഗ് കോളേജിലെ പൊതുദർശനത്തിന് ശേഷം കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കോട്ടയം കിടങ്ങൂർ സ്വദേശിയായ ലക്ഷ്മിയെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ലക്ഷ്മി ചൊവ്വാഴ്ച ക്ലാസ്സിൽ പോയിരുന്നില്ല. അസുഖമായതിനാൽ അവധിയെടുക്കുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. ഹോസ്റ്റൽ മുറി വൃത്തിയാക്കാൻ രാവിലെ 11:30 ആളുകൾ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിലെ ഫാനിൽ ഷാളിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പിൻവശത്തുള്ള KM കൃഷ്ണൻകുട്ടി റോഡിലെ ബക്കർ വില്ല എന്ന ഹോസ്റ്റലിലാണ് ലക്ഷ്മി രാധാകൃഷ്ണൻ താമസിച്ചിരുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂരിൽ വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു. പരിയാരത്ത് ചികിത്സയിലുണ്ടായിരുന്ന തലശ്ശേരി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വയനാട് സ്വദേശിക്കും എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. PP ദിവ്യയുടെ ജാമ്യ ഉപാധികളിൽ ഇളവ് അനുവദിച്ച് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ജില്ല വിട്ടു പോകരുതെന്ന ഉപാധി ഒഴിവാക്കി. ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിലും ദിവ്യയ്ക്ക് പങ്കെടുക്കാം. എല്ലാ തിങ്കളാഴ്ചയും പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിലും കോടതി ഇളവ് നൽകി. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് പണം ചോദിച്ചുള്ള കേന്ദ്ര സർക്കാർ ബില്ലുകളെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കേന്ദ്രം സമർപ്പിച്ച 132 കോടി രൂപ ബില്ലിൽ വയനാട് ദുരന്തത്തിന് ചിലവായത് 13 കോടി രൂപ മാത്രമാണ്. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ച കോടതി വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും പറഞ്ഞു. അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്ന ശേഷം തുക ആവശ്യപ്പെട്ടാൽ പോരെയെന്നും കോടതി ചോദിച്ചു. ബില്ലിന്റെ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന പെൺമക്കളുടെ ഹർജി തള്ളി ഹൈക്കോടതി. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പെൺമക്കൾ പറഞ്ഞു. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി വിട്ടു നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് പെൺമക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. മധ്യസ്ഥ ചർച്ചയിലും പ്രശ്നപരിഹാരമാകാതിരുന്നതിനെ തുടർന്നാണ് കോടതി നടപടി. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി പെൺമക്കളായ ആശ ലോറൻസും സുജാതയും രംഗത്തെത്തി. നിയമ പോരാട്ടം തുടരുമെന്നും ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മക്കൾ. 2 പെൺമക്കളുടെ ഹർജിക്ക് പ്രതികൂലമായിട്ട് വന്നിരിക്കണം. അല്ലാണ്ട് മെഡിക്കൽ കോളേജിന് അനുകൂലം എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് ഇവിടെ ഹർജിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനോടും ഞങ്ങളുടെ അപ്പം പറഞ്ഞിട്ടില്ല ബോഡി ഡൊണേറ്റ് ചെയ്യാൻ, എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പന്റെ ആത്മകഥയിലും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പോവും. ഞങ്ങൾ 2 പേരും പോവുകയാണ്. അതിന്റെ അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് തന്നെ ഒപ്പിടും. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹ ജനന മരണ ചടങ്ങുകളെല്ലാം പള്ളികളിലാണ് നടന്നതെന്നും അസുഖബാധിതനായി കിടന്ന സമയത്ത് ലോറൻസ് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെന്നും അപ്പീലിൽ വാദമുയർന്നിരുന്നു. സെപ്റ്റംബർ 21-നാണ് MM ലോറൻസ് മരിച്ചത്. മൃതദേഹം നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ കൂട്ട നടപടി. 4 വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കി. വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് 4 പേരെയും ചുമതലകളിൽ നിന്ന് നീക്കിയത്. നടപടി അംഗീകരിക്കില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. ഫാദർ വർഗീസ് മണവാളനെ എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കി നേരത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഉത്തരവിറക്കിയതാണ്.
പകരം ഫാദർ തരിയൻ ഞാളിയത്തിന് ചുമതല നൽകിയെങ്കിലും വിമത വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം വർഗീസ് മണവാളൻ തൽസ്ഥാനത്ത് തുടർന്നു. ഇതോടെയാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഒഴിയണമെന്നും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകിയിരുന്നത്. ഇതോടൊപ്പം തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിലെ വികാരിമാരായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടിയുണ്ട്. നേരത്തെ ഇവരെ ഈ 3 ഇടവകകളിൽ നിന്നും മാറ്റി പകരം ഫാദർ തരീൻ ഞാളിയത്ത, ഫാദർ സക്രിയാസ് പറനിലം, ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങര, ജോർജ് മുഞ്ഞേളി എന്നിവരെ അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിച്ചിരുന്നു. സഭാ നിർദ്ദേശപ്രകാരം ചുമതല ഏറ്റെടുക്കാനെത്തിയ 3 അഡ്മിനിസ്ട്രേറ്റർമാരെയും തടയുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ജോഷി വേഴപ്പറമ്പിൽ, തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി എന്നിവർക്കെതിരായ നടപടി. ഈ നിർദ്ദേശം ലംഘിച്ചാൽ കാനോൻ നിയമപ്രകാരം വൈദിക പദവിയിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അവർക്ക് പകരമായിട്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചെങ്കിലും അഡ്മിനിസ്ട്രേറ്ററെ അവിടെ പ്രവേശിപ്പിക്കുന്നതിൽ അവർ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളത് ഗൗരവമായ കുറ്റമായിട്ട് കാണുന്നു. അതേസമയം 4 വൈദികർക്കെതിരായ നടപടി അംഗീകരിക്കില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. ഭീഷണിയും ശിക്ഷാ നടപടിയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ന്യൂസ് 18നോട് പറഞ്ഞു. ആ സത്യവും നീതിയും കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത്. അപ്പൊ അതിന് നൽകേണ്ട ഉത്തരങ്ങൾ നൽകാതെ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഒരു പള്ളിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെങ്കിൽ കൃത്യമായിട്ട് കാനനിലോ ചില വകുപ്പുകൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളുടെ പള്ളികളിൽ ഇല്ല. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതിനു മുന്നോടിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ട്രിബ്യൂണൽ ഉടൻ രൂപീകരിക്കും. ന്യൂസ് 18 കൊച്ചി. കുട്ടമ്പുഴക്കാർക്ക് എന്നും ഭീഷണി കാട്ടാന. കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി കോതമംഗലം രൂപത. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്നും എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തി. അതേസമയം മേഖലയിൽ ട്രെഞ്ച് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കോതമംഗലം മേഖലയിൽ വനംവകുപ്പ് പ്രശ്നങ്ങൾ വഷളാക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മികച്ച രീതിയിൽ പെരുമാറുന്നു. എന്നാൽ വനംവകുപ്പ് അങ്ങനെയല്ലെന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കുറ്റപ്പെടുത്തുന്നു. DFO വളരെ എതിർ മനോഭാവമായിരുന്നുണ്ടായിരുന്നത്. കളക്ടർ വന്നപ്പോഴാണ് ഇനി കളക്ടറിൽ ഞങ്ങൾക്ക് അല്പം വിശ്വാസമുണ്ട്. ഫോറസ്റ്റുകാർ അവരെ ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്നില്ല, നമ്മൾ എതിരായിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അവർ. കർഷകരെ കാണുന്നതന്നെ അറിയാമോ, നമുക്കെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട്. അതേസമയം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ട്രഞ്ച് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2 വർഷം മുമ്പ് പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ സന്തോഷിനെ കാട്ടാന ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു 8 കിലോമീറ്റർ നീളമുള്ള ട്രഞ്ച് നിർമ്മാണം. വൈകിയാണെങ്കിലും ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഉടനിത് പൂർത്തിയാക്കണമെന്നും പ്രദേശവാസികളും പഞ്ചായത്ത് അംഗങ്ങളും പറയുന്നു. എന്താണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഈ പണിയാൻ തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എത്രയും പിടിയുന്ന ഇത് എങ്ങനെയെങ്കിലും പണി തീർത്ത് വരണം. ആനയുടെ ശല്യം ഭയങ്കരമാണ്. ഈ പണി പൂർത്തീകരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം തുടരണം. ട്രെഞ്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് പൂർത്തീകരിക്കണം. അടിയന്തരമായി തന്നെ ഈ താച്ചേരി ഭാഗത്തും ഈ ട്രെഞ്ചിന്റെ പണികൾ തുടങ്ങണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. താച്ചേരി ഭാഗത്ത് ട്രെഞ്ചിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. അത് പിണർക്കുടി സൈഡിൽ ട്രെഞ്ച് കുത്തി വരുമ്പോൾ ഇനിയും എത്രയോ ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണർക്കുടിയിൽ പണിയുന്നതോടൊപ്പം തന്നെ നാച്ചേരി ഭാഗത്തും ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തും ഈ ട്രെഞ്ചിന്റെ പണികൾ അടിയന്തരമായി തുടങ്ങണം. ഈ മാസം 27-നാണ് ജില്ലാ കളക്ടർ അവലോകന യോഗം വിളിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ വിലയിരുത്തൽ അന്നുണ്ടാകും. പദ്ധതികളിൽ പുരോഗതിയില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമരസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിന് പിന്നാലെ വന്യജീവി ആക്രമണ ഭീതിയിലാണ് തൃശൂരിലെ വനാതിർത്തി പങ്കിടുന്ന മേഖലകൾ. ഇന്ന് തൃശൂരിൽ 2 കാട്ടാനയും 1 കടുവയും ഇറങ്ങി. അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയായ വെറ്റിലപ്പാറ 14-ലും പാലപ്പിള്ളിയിലുമാണ് കാട്ടാന ഇറങ്ങിയത്. വെറ്റിലപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആനകൾ ഇറങ്ങിയത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ടോർച്ച് അടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നീങ്ങി കൊടുത്തില്ല. അവിടെ നിന്ന് ആ തെങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങി ഈ വാഴ കളഞ്ഞു. പിന്നെ മൊത്തം കളഞ്ഞതിന് ശേഷമാണ് പോയത്. ഇതിനിടയിൽ ഞാൻ ആനേനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ തിരിഞ്ഞു ഓടിപ്പിച്ചു. എന്നെ
കൊല്ലാൻ വന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഓടില്ലാന്നുണ്ടെങ്കിൽ എന്നെ ആക്രമിച്ച് ശരിയാക്കിയാനെ. ഇത് ഡെയിലി വരാം. പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഈ ആന വരുന്നത് അക്കരയെന്നാണ്, പുഴയ്ക്കക്കരയെന്ന് വരുന്നത്. പുഴം തീരത്ത് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്താൽ മതി. പാലപ്പിള്ളിയിൽ പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിച്ചു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. കാട്ടാന മാത്രമല്ല പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. പാലപ്പിള്ളിയെ ഭീതിയിലാക്കി കടുവയിറങ്ങിയതും പരിഭ്രാന്തി കൂട്ടി. KFRAയ്ക്ക് സമീപം പ്രദേശവാസികളാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായി പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് 18 തൃശൂർ. വനനിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണമെന്ന് വനമന്ത്രിയോട് നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി. മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വനമന്ത്രിയെ കാത്ത് മാധ്യമങ്ങൾ ഉണ്ടല്ലോ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് അത് വനനിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ലെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രിമാറ്റ ചർച്ചകൾക്കിടെയാണ് AK ശശീന്ദ്രൻ തന്നെ സർക്കാർ നിലപാട് വിശദീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. വന്യജീവി ആക്രമണം തടയാൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ വേണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. സ്കൂൾ കലോത്സവ മത്സരങ്ങളിൽ അനാരോഗ്യകരമായ പ്രവണതകൾ കൂടുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ കലോത്സവത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്നു. അതൊരിക്കലും അനുവദിക്കാനാകില്ലെന്നും മത്സരിക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. മത്സരങ്ങളിലെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അധികൃതരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന പ്രവണത ചിലയിടങ്ങളിൽ തന്നെ കാണുകയാണ്. ഇത് കലോത്സവത്തിൻ്റെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. 14,000-ഓളം വരുന്ന കലാകാരന്മാരും കലാകാരികളും അധ്യാപകരും ജഡ്ജസും ഒക്കെ പങ്കെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ്. അതിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എത്ര സംഘാടകർ എത്ര വിചാരിച്ചാലും നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുണ്ട് കഴിയില്ല. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ കലോത്സവത്തിൻ്റെ അന്തസ്സിന് തന്നെ നിരക്കാത്തതാണ്. അധ്യാപകരുടെ കൂടി പ്രേരണ കൊണ്ട് മാത്രമേ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ അധ്യാപകർ തന്നെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ചയുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പറയുന്നത്. കലോത്സവ മാനുവൽ അനുസരിച്ച് പെരുമാറുവാൻ വിദ്യാർത്ഥികൾ അധ്യാപകരും തയ്യാറാവണം. മറ്റ് കൂടുതൽ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. തിരുവനന്തപുരം ചിറയൻകീഴിൽ വൻ ലഹരിവേട്ട. വിപണിയിൽ 4 കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അഴൂർ തെറ്റിച്ചിറയിലെ ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തുകയായിരുന്നു. കുപ്പിവെള്ള ബിസിനസിന്റെ മറവിലാണ് വിൽപ്പന. സംഭവവുമായി ബന്ധപ്പെട്ട് അഴൂർ സ്വദേശി ശംഭു മോഹനെ പോലീസ് പിടികൂടി. 200ഓളം ചാക്കുകളിലായാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വിപണിയിൽ 4 കോടിയോളം രൂപ വില വരുമെന്ന് പോലീസ് പറയുന്നു. ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിയുടേതാണ് ഈ ഗോഡൌൺ. ആറ്റിങ്ങൽ ചിറയൻകീഴ് ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് ഇവിടെ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. ഉത്സവകാല സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആയിരുന്നു പരിശോധന. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം എരൂരിൽ സ്കൂട്ടർ അപകടത്തിൽ നവവരൻ മരിച്ചു. കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി വിഷ്ണു ഗോപാലാണ് മരിച്ചത്. ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് ദമ്പതികൾ മടങ്ങുമ്പോൾ തൃപ്പൂണിത്തുറ എരൂരിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഈ മാസം 1-നായിരുന്നു ഇവരുടെ വിവാഹം. എറണാകുളത്ത് ബൈക്ക് സ്പീഡിൽ ഓടിച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനം. 3-അംഗ സംഘം മൂക്കിടിച്ച് തകർത്തു. സർക്കാർ ജീവനക്കാരനായ കുമ്പളം സ്വദേശി രമേശൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷൈജു, റെനീഷ്, വിഷ്ണു എന്നിവർക്കെതിരെ കേസെടുത്തു. കുമ്പളം ഫെറിക്ക് സമീപം ഞായറാഴ്ചയായിരുന്നു ആക്രമണം. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ 9 മണി വരെ 70,534 ഭക്തർ ദർശനം നടത്തി. എരുമേലി വഴിയുള്ള കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന ഭക്തർക്ക് പ്രത്യേക ദർശനം നൽകുന്ന സംവിധാനം ഇന്നു മുതൽ നിലവിൽ വന്നു. സന്നിധാനം ADM ഡോക്ടർ അരുൺ S. നായർ മുക്കുഴിയിൽ പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പമ്പയിൽ നിന്ന് എത്തുന്ന ഭക്തർക്ക് നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ വാവർ നട വഴി പാസ് കാണിച്ച് 18-ാം പടി കയറാം. ഇന്നലെ 88,561 ഭക്തരാണ് ദർശനം നടത്തിയത്.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഓസ്ട്രേലിയക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയാണ് അശ്വിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. This will be my last day as an Indian cricketer in all formats at the international level. I do feel there's a bit of punch left in me as a cricketer, but I would like to expose and probably showcase that in club level cricket, but this will be the last day. ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരമെന്ന നേട്ടവുമായാണ് അശ്വിൻ പടിയിറങ്ങുന്നത്. നാടകീയമായിരുന്നു പ്രഖ്യാപനം. ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ ഇന്ത്യക്കായി കളിച്ചില്ലെങ്കിലും മത്സരശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം അശ്വിൻ എത്തുന്നു. ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന നിലയിൽ ഇതെന്റെ അവസാന ദിനമെന്ന് പറഞ്ഞ അശ്വിൻ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. അഡ്ലൈനിൽ നടന്ന 2ാം ടെസ്റ്റിൽ മാത്രമാണ് പരമ്പരയിൽ അശ്വിൻ കളിച്ചത്. 2 മത്സരങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ടെങ്കിലും ഇനി പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കുക അസാധ്യമെന്ന തോന്നലാകാം 38-കാരന്റെ വിരമിക്കൽ തീരുമാനത്തിന് പിന്നിൽ. ഇന്ത്യക്കായി 106 ടെസ്റ്റിൽ നിന്നായി 537 വിക്കറ്റ് നേടിയ അശ്വിന് മുന്നിൽ വിക്കറ്റ് വേട്ടയിൽ അനിൽ കുംബ്ലെ മാത്രമാണ് ഉള്ളത്. ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് നേട്ടം. നിർണായക ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും ടീമിനെ തുണച്ച അശ്വിൻ ടെസ്റ്റിൽ 3503 റൺസും നേടി. 6 സെഞ്ചുറിയും 14 അർദ്ധ സെഞ്ചുറിയും അകമ്പടി. 116 ഏകദിനങ്ങളും 65 T20കളും കളിച്ചു. അശ്വിന്റെ ആകെ അന്താരാഷ്ട്ര വിക്കറ്റുകൾ 765. 2011-ൽ ലോകകപ്പ് നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായ അശ്വിൻ ക്ലബ് ക്രിക്കറ്റിൽ തുടരും. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓഫ് സ്പിന്നർമാരിൽ ഒരാളായ അശ്വിന്റെ പടിയിറക്കം ടീം ഇന്ത്യയിലെ തലമുറ മാറ്റത്തിന്റെ തുടക്കമായാണ് ആരാധകർ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ഓഫീസ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ലളിതമായ വ്യവസ്ഥകളിലൂടെ ലഭ്യമാകുന്ന പേഴ്സണൽ ഗോൾഡ്, ബിസിനസ്, കാർഷിക, വാഹന ലോണുകൾ കൂടാതെ നിരവധി ആകർഷകമാർന്ന നിക്ഷേപ പദ്ധതികളും സൊസൈറ്റിയിൽ ലഭ്യമാണ്. അധ്യാപക മേഖലയിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച ക്ഷീര കർഷകർക്ക് 10 പശുക്കിടാവുകളെ സമ്മാനിച്ചു. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് കൂടുതൽ സാധ്യതകൾ സമ്മാനിക്കുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തനാനുമതിയുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചെയർമാൻ അജിത് പാലാട്ട് പറഞ്ഞു. UGSന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ 10 പേർ ചേർന്ന് നിന്നുകൊണ്ട് ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പാണ് ഇന്ന് ഇവിടെ ഇത്രയും വിപുലമായ നിലയിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ 250ഓളം ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതിൽ 80% സ്ത്രീകളാണ്. നമ്മുടെ സമൂഹത്തിലെ നമുക്കറിയാം ഏറ്റവും അടിത്തട്ടിൽ വീട്ടമ്മമാരായിട്ട് കഴിയുന്ന സ്ത്രീകളെയാണ് ഇതിനകത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. അതുതന്നെ നമ്മുടെ കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരു വലിയ മാറ്റമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ മാതിരി ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് UGS ഗ്രൂപ്പ്. ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം, അതിന് ഏറ്റവും അർഹയായ മിനിസ്റ്ററെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. യുഎസിലെ അറ്റ്ലാന്റയിൽ 6ാമത്തെ ഷോറൂം തുറന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഉപഭോക്താക്കൾക്കായി ലോകോത്തര സേവനത്തോടൊപ്പം അതുല്യവും വിപുലവുമായ ആഭരണ ശേഖരവും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. അഭിമാനകരമായ നിമിഷമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7135 രൂപ, പവന് 57,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5890 രൂപ, പവന് 47,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം.